സംസ്ഥാന സർക്കാർ പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നുണ്ടാകും. വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടി. തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണമെന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ചു കഴിഞ്ഞു. സലീം മാലിക്ക തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലീം, ഇത് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാണ് എന്നാണ് പ്രതിപക്ഷം ആശങ്കപ്പെടുന്നത്. എന്താണ് കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ്. എസ് കെ, ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായ ഒരു സർക്കാർ പരിപാടിയാണ്, പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കൊണ്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരു വികസന സദസ്സ് എന്ന നിലയിലൊരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും GR അനിലും ഉൾപ്പെടെയുള്ള മന്ത്രിമാരും പങ്കെടുക്കും. അതിനുശേഷം ഈ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. അത് ഒക്ടോബർ 20 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സർക്കാർ ക്യാമ്പയിൻ എന്ന നിലയിലാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിനും ക്ഷണമുണ്ടെങ്കിലും പ്രതിപക്ഷം ബഹിഷ്കരിക്കുമെന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിന് സമാനമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ആ നിലയിലൊരു വികസന പരിപാടി എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. സർക്കാർ പറയുന്നത് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനത്തിനായുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കാനും ഒപ്പം തന്നെ നിലവിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനുമായുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുൻപെത്തുന്ന ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായും ഈ ഒക്ടോബർ 20 മുൻപ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുമോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തതയില്ല. എന്തായാലും അങ്ങനെ അതിനു മുൻപ് വരികയാണെങ്കിൽ ആ വിജ്ഞാപനം വരുന്ന ദിവസം വരെയും, അതല്ലെങ്കിൽ ഒക്ടോബർ 20 വരെയും നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ എന്ന ഭാഗമായി ഈ പരിപാടി സംഘടിപ്പിക്കും. അതിനുശേഷം അവിടുത്തെ ഈ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലെയും അതത് മേഖലകളിലുള്ളവരിൽ നിന്നും അഭിപ്രായങ്ങൾ ആരായും ആ മേഖലകളിലെ തന്നെ പൗരപ്രമുഖരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ഈ പരിപാടി നടക്കുക. നവകേരള സദസ്സിന് സമാനമായ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ പരിപാടിയാണ്. അതിന് സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇൻഫർമേഷൻ റിലേഷൻസ് പബ്ലിക് ഡിപ്പാർട്ട്മെന്റ് വകുപ്പും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. എസ് കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.